ഹായ് എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മളെല്ലാവരും ലോക്ക്ഡൗണായ വീടുകളിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ നടക്കാൻ ഇറങ്ങിയതാണ്. കാരണം ഏകദേശം ഒരു 3-4 ആഴ്ചയായി നമ്മളെല്ലാം വീടുകളിൽ തന്നെയാണ്. 4 ചുവരുകൾക്കുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബെഡ്റൂം ഒന്ന്, ലിവിങ് റൂം എന്ന്, ഓഫീസ് റൂം, അങ്ങനെ മാത്രം പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നമ്മളിതൊന്ന് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നടക്കാൻ ഇറങ്ങിയതാണ്. വീടിൻ്റെ പുറത്ത് തന്നെ, വേറെ എവിടെയും അല്ല. ജസ്റ്റ് ഒരു റൗണ്ട് അടിച്ച് വീട്ടിലോട്ട് വരാമെന്ന്. കാരണം കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഭയങ്കര റൂമിനുള്ളിൽ തന്നെ ഇരുന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇതായിരിക്കുകയാണ്. കാരണം എന്താ പറയുക, നമുക്ക് എല്ലാവർക്കും ഒരു സഫോക്കേഷൻ ഫീൽ ചെയ്യുന്ന ആയതുകൊണ്ടാണ് നമ്മളെല്ലാം ഒന്ന് പുറത്തിറങ്ങി ജസ്റ്റ് ഒന്ന് കറങ്ങി വരാമെന്ന് വിചാരിച്ചത്. കറങ്ങുന്നതല്ല, ജസ്റ്റ് ഒരു റൗണ്ട് അടിച്ച് വരാം എന്ന് വിചാരിച്ചത്. ഒരു ഫ്രഷ് എയറൊക്കെ ശ്വസിക്കാം, അത്രമാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനിറങ്ങിയതാണ്. ആ കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മൾ പുറത്തുള്ള ചെറിയൊരു നടത്തമൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ വീട്ടിൽ തിരിച്ചെത്തി. നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമ്മളൊരു കുക്കിംഗ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഒരു വറുത്തരച്ച ചിക്കൻ കറിയാണ് നമ്മളിപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കത് കാണാം. അത് കഴിഞ്ഞ് ബാക്കി വിശേഷങ്ങൾ. ഈ വറുത്തരച്ച ചിക്കൻ കറിയിലേക്ക് നമുക്ക് വേണ്ട സാധനങ്ങൾ, നമുക്ക് കുറച്ച് എണ്ണ വേണം, വെളിച്ചെണ്ണ. നമ്മളൊരു 1-2 ടീസ്പൂണോളം വെളിച്ചെണ്ണ മതി. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളി ഉണ്ട്, ജീരകമുണ്ട്, പിന്നെ കുറച്ച് തേങ്ങ വേണം. അപ്പം കുറച്ച് തേങ്ങയോടെ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഇപ്പം നമ്മളിവിടെ ഈ ഒരു ലോക്ക്ഡൗൺ കാലം ഒക്കെ ആയതുകൊണ്ട് ഇത് ഫ്രോസൺ ചെറിയ ഉള്ളിയാണ്. അപ്പോൾ അതെടുത്ത് നമ്മൾ അതിൻ്റെ തണുപ്പൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആദ്യം വേണ്ടത്. പിന്നെ ഒരു പാത്രത്തിൽ നമ്മളിത് വറക്കുകയാണ് ആദ്യം. ഓക്കെ, ആദ്യം ചെയ്യേണ്ടത്, നമ്മളിതിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പെരിഞ്ജീരകം അതിലിട്ട് നമ്മളൊന്ന് വാട്ടുക. അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മളതിലേക്ക് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് പൊട്ടട്ടെ. ഈ ജീരകം ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും നമ്മൾ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാദ്യം ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതൊന്നൊരു 1-2 മിനിറ്റ് ആവട്ടെ. നമ്മൾ നേരത്തെ ഇട്ട ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് വറുത്ത് ഒന്നിങ്ങനെ മൂത്ത് വരുമ്പോഴേക്കും നമ്മളതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കുകയാണ്. അപ്പോൾ തേങ്ങ അതിലിട്ട് നമ്മളൊന്നത് വറുത്തെടുക്കണം. ഇത് കഴിഞ്ഞ് ഇതെല്ലാം കൂടി നമുക്ക് അരക്കാനുള്ളതാണ്. അപ്പോൾ അത് കാരണം നമ്മളൊന്ന് ചൂട് കുറച്ചുന്നതായി നമ്മളൊന്ന് വറുത്തെടുക്കാം. നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഫ്രോസൺ തേങ്ങയാണ്. നമ്മളിതൊക്കെ നമ്മൾ കാനഡയിലായാലും അമേരിക്കയിലായാലും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്രഷ് തേങ്ങയൊന്നും അല്ല. ഇത് ഓൾമോസ്റ്റ് ഫ്രീസ് ചെയ്ത് വരുന്ന തേങ്ങയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വറുത്തുകൊണ്ടിരിക്കുന്ന തേങ്ങയിലേക്ക് നമ്മൾ കുറച്ച് കരിവേപ്പില ഇടണം. കരിവേപ്പില ഇവിടെ സത്യം പറഞ്ഞാൽ ഇവിടെ ഈ സമയത്ത് ലോക്ക്ഡൗൺ ഒക്കെ ആയത് കാരണം ഇതൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. കാരണം നമ്മൾ വളരെ കുറച്ചേ ഇടുന്നുള്ളൂ. നമ്മൾ സാധാരണ രീതിയിൽ നമ്മളുണ്ടെങ്കിൽ ഒരുപാട് ഇടാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയമൊക്കെ ആയതുകൊണ്ട് സാധനങ്ങൾ കിട്ടാനുള്ളൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അതായത് നമ്മൾ കുറച്ച് മാത്രം ഉപയോഗിക്കുകയാണ് കരിവേപ്പില. അതും കൂടി ചേർത്ത് നമ്മളൊന്ന് നല്ലോണം വാട്ടുക. അപ്പോൾ ഈ തേങ്ങ ഇതൊന്ന് ബ്രൗൺ ആവുന്ന വരെ ഇതിങ്ങനെ വാട്ടിക്കൊണ്ടിരിക്കണം. അത് നമ്മളൊന്ന് ചെയ്തുകൊണ്ടിരിക്കണം, കാരണം അതില്ലെങ്കിൽ അതൊന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളിതിലേക്ക് ഇതൊന്ന് ബ്രൗണായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർക്കുക. അതിനുശേഷം 1-2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ഇതിൽ നിന്ന് ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് മുളക് പൊടി ഒന്ന് ആഡ് ചെയ്യാം. ആവശ്യത്തിന് മുളക് പൊടി ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളതൊരു 1-2 ടീസ്പൂണോളം മുളക് പൊടി നമ്മളിതിലേക്ക് ആഡ് ചെയ്യാണ്. മുളക് പൊടി ആഡ് ചെയ്ത് നമ്മൾ മിക്സ് ചെയ്യാം.
അപ്പോൾ അതൊന്ന് മിക്സായി വരുമ്പോൾ അതിലേക്ക് ആവശ്യം 1-2 ടീസ്പൂണ് നമുക്കൊരു മല്ലിപ്പൊടി ഒന്ന് ആഡ് ചെയ്തെടുക്കാം. ഓക്കെ, ആ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മളതൊന്ന് നന്നായി മിക്സ് ചെയ്യുക. അതൊന്ന് നമ്മളിത് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ആ തേങ്ങ അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് ബ്രൗൺ ആയതിനു ശേഷമാണ് ഇതൊക്കെ ആഡ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇതിൻ്റെ ഈ ചൂടൊന്ന് പോയി വരുമ്പോൾ നമ്മളിതൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത തേങ്ങയും ജീരകവും മുളക് പൊടി മല്ലിപ്പൊടി ഇതൊക്കെ നമ്മൾ നേരത്തെ വാട്ടിയായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഒരു മിക്സിയിലോട്ട് മാറ്റിയിരിക്കുകയാണ്. ഇനി നമ്മളിതൊന്ന് അരച്ചെടുക്കും. അടുത്തതായി നമുക്ക് വേണ്ടത് ഒരു 1-2 ഉള്ളി എടുക്കുക. ഉള്ളി നല്ല നീളത്തിൽ അരിഞ്ഞ് വെക്കുക. അതോടൊപ്പം നമുക്ക് കുറച്ച് തക്കാളി വേണം. തക്കാളി ഇതേപോലെ അരിഞ്ഞ് വെക്കുക. ഒപ്പം നമുക്ക് വേണ്ടത് ചിക്കനാണ്. അത് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ്. അപ്പോൾ ഇതുമാണ് നമുക്ക് വേണ്ടത്. ഒപ്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഉള്ളി വാട്ടിയെടുത്ത് അതിലേക്ക് തക്കാളി ഇട്ട് അതിലേക്ക് ചിക്കനും ഇട്ട് അത് വേവിച്ചെടുക്കുകയാണ് അടുത്ത സ്റ്റെപ്പ്. അടുത്തതായി നമ്മൾ ഉള്ളി വാട്ടുകയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ തേങ്ങ അരച്ച അതേ പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ ഉള്ളി ഇട്ട് വാട്ടുകയാണ്. അപ്പോൾ ഈ ഉള്ളി ഒന്ന് വാടി വരുമ്പോഴേക്കും നമ്മളിതിലേക്ക് ഒരു പച്ചമുളക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഇവിടെ എന്ന് വെച്ചാൽ ഈ ഒരു ലോക്ക്ഡൗൺ ടൈം ആയതുകൊണ്ട് നമ്മുടെ നാടൻ പച്ചമുളകൊന്നും കിട്ടാനില്ല. അപ്പോൾ അത് കാരണം ഇതേപോലെയുള്ള വലിയ പച്ചമുളകാണ് നമുക്ക് കിട്ടിയത്. അതും ഓൺലൈൻ വാങ്ങിച്ചതാണ്. അപ്പോൾ ഏതായാലും അത് ഉപയോഗിക്കാം. നമുക്കതൊന്ന് ഇട്ട് അതൊന്ന് വീണ്ടും വാട്ടിയെടുക്കാം. അതിലേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആഡ് ചെയ്യണം. അപ്പോൾ ആദ്യം ജിഞ്ചർ പേസ്റ്റ് ആഡ് ചെയ്തു. ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചത് ഇങ്ങനെയാണ്, കാരണം ഇല്ലെങ്കിൽ ജിഞ്ചറും ഗാർലിക്കും ഒക്കെ വാങ്ങി അരച്ചെടുക്കാനൊന്നും ഇവിടെ ഇപ്പോൾ ടൈമില്ല, അത് കിട്ടാനുമില്ല. അത് കാരണം നമ്മൾ ജിഞ്ചറും ഗാർലിക്കും പേസ്റ്റ് ഇടുകയാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഒന്ന് അതിൻ്റെ പച്ചമണം ഒന്ന് പോകുമ്പോഴേക്കും നമ്മളതിലേക്ക് തക്കാളി ഇട്ട് അതൊന്ന് വീണ്ടും വഴറ്റിയെടുക്കാം. അപ്പോൾ തക്കാളി ഒന്ന് നന്നായി സ്മാഷ് വരണം. അപ്പോൾ അതിനൊന്ന് തക്കാളി നന്നായി ഒന്ന് വെന്ത് വരട്ടെ. ഇതൊന്ന് തക്കാളി നല്ലോണം ഒന്നായി വരുമ്പോഴേക്കും നമ്മളതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ അതിലിട്ട് അതൊന്ന് വേവിച്ചെടുക്കും. തക്കാളി നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മളതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ചിക്കനിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് ആകെ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ചേർത്തൊന്ന് നേരത്തെ മാരിനേറ്റ് ചെയ്തിട്ടാണ്, വേറെ ഒന്നും അത് ചേർക്കുന്നില്ല. അപ്പോൾ അത് നമ്മളതൊന്ന് മിക്സ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് അതൊന്ന് വേവിച്ചെടുക്കും. അപ്പോൾ ഇതിലേക്ക് നമ്മളിനി കുറച്ചൊരു അരക്കപ്പോളം വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് വേവിച്ചെടുക്കാം. ചിക്കനിൽ നിന്ന് തന്നെ നല്ലോണം വെള്ളം വരും അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും. അപ്പോൾ അതുകൊണ്ട് അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു അരക്കപ്പോളം വെള്ളം ഒഴിച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിതൊന്ന് ഒരു മിനിറ്റും കൂടി ഒന്ന് വേവട്ടെ. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ നേരത്തെ അരച്ചു വെച്ച തേങ്ങയാണിത്. അപ്പോൾ അത് നമ്മളിതിലേക്ക് ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മളെ വറുത്തരച്ച ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മളതിലേക്ക് കുറച്ച് കരിവേപ്പില ഒരു നല്ലൊരു മണം വരാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ അതിലേക്ക് കുറച്ച് കരിവേപ്പില ഇടുക. അപ്പോൾ ഇതൊന്ന് ആയി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ വീട്ടിൽ തന്നെ വറുത്തരച്ച ഗരം മസാലയാണ്. അപ്പോൾ അത് നമുക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ വറുത്തരച്ച ചിക്കൻ കറി റെഡിയായി. നമുക്ക് അതിൻ്റെ കൂടെ കഴിക്കാൻ എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നെയ്പത്തലാണ്. സാധാരണ വടക്കൻ മലബാറിലൊക്കെ കിട്ടുന്ന ഒരു സംഭവമാണ് നെയ്പത്തൽ. അപ്പോൾ ഒരുപാട് നാളായിട്ട് അത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെയ്യുകയാണ് നമ്മളിന്ന്. പക്ഷേ വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് നെയ്പത്തൽ ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ അരി അരച്ചിട്ടാണ് നെയ്പത്തൽ ഉണ്ടാക്കാറ്. പക്ഷേ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് പുട്ടുപൊടി ഉപയോഗിച്ചുള്ള ഒരു നെയ്പത്തലാണ്. നമുക്കത് എങ്ങനെ വരുമെന്ന് അറിയില്ല, പക്ഷേ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ നെയ്പത്തൽ ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമുള്ളത് ഒരു 1.5 കപ്പോളം പുട്ടുപൊടിയാണ്. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇടണം. അതാണ് ആദ്യം വേണ്ടത്. പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് തേങ്ങ, ഉള്ളി, പെരിഞ്ചീരകം. അപ്പോൾ ഇത് മൂന്നും നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അത് അരക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ 3 സാധനങ്ങളാണ് നമുക്ക് ആവശ്യം: ഉള്ളി, തേങ്ങ, പെരിഞ്ചീരകം. ഓക്കെ, ഒപ്പം ഈ 1.5 കപ്പോളം പുട്ടുപൊടി.
ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ പുട്ടുപൊടിയിലേക്ക് നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചു വെക്കണം. അത് ഒരു നമ്മൾ 1.5 കപ്പോളം പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്ര തന്നെ തിളച്ച വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളതിലേക്ക് ഒരു 1.5 കപ്പോളം തിളച്ച വെള്ളം ഒഴിച്ച് നമ്മളതൊന്ന് അടച്ച് മാറ്റി വെക്കുക. ഒരു 5-10 മിനിറ്റോളം നമ്മളതൊന്ന് മാറ്റി വെക്കും. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം നമ്മളിതൊന്ന് എടുത്തിട്ട് അതിലേക്ക് നമ്മളിതൊന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഉപയോഗിക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ, ജീരകം, ഉള്ളി ഇതൊക്കെ 3 അരച്ച് വെച്ചതാണ്. അതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളെ കയ്യിലൊന്നും പറ്റുമൊന്നുമില്ല. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ചെറിയ ചെറിയ ഉരുളകളായി എടുത്ത് പൂരിയൊക്കെ ചെയ്യുന്ന പോലെ ചെറിയ ചെറിയ ഇതായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഈ ചെറിയ ചെറിയ ഉരുളകളാക്കി കൈ കൊണ്ട് നമ്മളതൊന്ന് പരത്തിയെടുക്കണം. അത് നമ്മൾ കൈ കൊണ്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ചെറിയ ചെറിയ ഉരുളകളാക്കി അതൊന്ന് കൈ കൊണ്ട് പരത്തിയെടുക്കാം. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഇതിപ്പോൾ ഈ ചെറിയ ഉരുള എടുത്ത് ഇതിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പരത്തിയെടുക്കണം. പരത്തിയതിന് ശേഷം ഒരു പാത്രത്തിൽ എണ്ണ എടുത്ത് നമ്മളതിലേക്കിട്ട് അതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ വറുത്തരച്ച കോഴിക്കറിയും നെയ്പത്തലും റെഡിയായിരിക്കുകയാണ്. ഇത് പുട്ടുപൊടി കൊണ്ടുള്ള നെയ്പത്തലാണ്, ഇത് വറുത്തരച്ച കോഴിക്കറിയും. അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്യുക. ഒരു വ്യത്യസ്തമായ ഒരു വിഭവമായിരിക്കും ഇത്, പുട്ടുപൊടി കൊണ്ടുള്ള നെയ്പത്തൽ. സോ ഓൾ ഓഫ് യു ട്രൈ. അപ്പോൾ എല്ലാവരും വീടുകളിൽ തന്നെ ഇരിക്കുക. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ജസ്റ്റ് നിങ്ങൾ ദൂരെ ഒന്നും പോവാതെ ഗവൺമെൻറ് പറയുന്ന എല്ലാ നിയമങ്ങളും അനുസരിച്ച് ജസ്റ്റ് നിങ്ങൾക്ക് ഇറങ്ങണമെങ്കിൽ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള സ്ഥലങ്ങളിൽ മാത്രം ഇറങ്ങുക. കൂടുതൽ കറങ്ങി നടക്കരുത്. തീർച്ചയായും ഈ പ്രതിസന്ധികളെ ഘട്ടങ്ങളൊക്കെ മാറി നമ്മളെല്ലാം ജീവിതത്തിലേക്ക് തിരിച്ചു വരും. നമ്മുടെ തിരക്കുകളിലേക്ക് നമ്മളെല്ലാം പോകും. നമുക്ക് ഒരുമയോടെ നിൽക്കാം ഈ സമയത്ത്. തീർച്ചയായും എല്ലാവർക്കും സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. Goodbye.